ഇന്നൊരു മീറ്റ് മസാലപ്പൊടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് എടുത്തത്. കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നിച്ചിട്ടതാണ് ഗ്രാമ്പു. അതേമാതിരി സാജീരകം, സാജീരകം എന്ന് പറഞ്ഞ ജീരകം ഇതാണ് കേട്ടോ, ചെറിയ ജീരകമല്ല കേട്ടോ, സാജീരകം. പിന്നെ സാജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജാതിപത്രി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ജാതിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. കറിയാമ്പൂ ഞാൻ പറഞ്ഞില്ലേ, കറിയാമ്പൂ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ മെയിനായിട്ടുള്ളൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് അരിമണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരി ഇട്ട് കഴിഞ്ഞാലില്ലേ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. നമ്മൾ ഈ മീറ്റ് മസാല തയ്യാറാക്കുമ്പോൾ നല്ല കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു കൊഴുപ്പാണ്. ഞാൻ അധികം ഇടാറുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പൊടി തയ്യാറാക്കുമ്പോൾ കുറച്ച് അരിമണി ആദ്യം തന്നെ വറുക്കാം. അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാം കൂടെ ചേർക്കാം. ഞാനിതാ നമ്മളെ എല്ലാ സാധനങ്ങളോട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാലില്ലേ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കണം കേട്ടോ. അരിമണിയൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട്. ഇത് നമുക്ക് സാമ്പാർ പൊടി ഇല്ലേ, അത് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാം കേട്ടോ. കുറച്ച് അരിമണി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വറുക്കാം. അപ്പം നല്ലൊരു കൊഴുപ്പുണ്ടാവും. ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് ഞാനൊരു പ്രാവശ്യം തയ്യാറാക്കുന്നുണ്ട്, ഇതേമാതിരി സാമ്പാർ പൊടി. നമുക്ക് ഈ വറ്റൽമുളക് ഇങ്ങനെ കേടാവാണ്ട് നമ്മൾ വറവ് ചെയ്യുമ്പോൾ എടുക്കൂലേ, അപ്പം അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഇതേമാതിരി വെറും ഈ മുളക് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി വറുത്തിട്ട് എടുത്ത് വെച്ചാൽ ഒരുപാട് കാലം നമുക്കിങ്ങനെ സൂക്ഷിക്കാം. എന്ന് വെച്ചാൽ വറവ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് എന്തായാലും ഈ മുളക് വേണമല്ലോ. അപ്പോൾ ഒരിക്കലും കേടാവില്ല. അല്ലാതെ നമ്മൾ വെക്കുമ്പോൾ വേഗം പൂപ്പൽ വരുന്ന മാതിരി ഉണ്ടാവും. നമുക്കറിയാലോ, കുറച്ച് വെക്കുമ്പോഴത്തേക്ക് ആ മുളകിനൊരു മാറ്റം. പക്ഷെ ഇങ്ങനെ നമ്മൾ വറുത്ത് വെക്കുമ്പോൾ ഒന്നും ആവില്ല. ഈ വറുത്ത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഒരുപാട് കാലം. അല്ലെങ്കിൽ പുറത്ത് തന്നെ സൂക്ഷിക്കുക കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാൻ ഇവിടെ പുറത്താണ് വെക്കുന്നത്. ഇങ്ങനെ വറുത്തിട്ട് മുളക് പുറത്ത് വെക്കും. അപ്പം നമുക്ക് പക്ഷെ വറവ് ചെയ്യാൻ ഇതിനെല്ലാം ഒരുപാട് കാലം എടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്ര മതി, ഒരു 2 മിനിറ്റ് അത്ര മതിയാവും. ഒരുപാട് കരിഞ്ഞു പോണ്ട, ഈ ഒരു പാകത്തിന് മതി. നമുക്കിതൊന്ന് ചൂടാറിയിട്ട് പൊടിക്കുക. അന്നേരം കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ തയ്യാറാക്കിയിട്ട് നമുക്ക് എന്ത് ചിക്കൻ കറിയോ എന്ത് കറി വെക്കുമ്പോഴും നമുക്ക് ബീഫാണ് മട്ടനാണ് എല്ലാത്തിലും ഈ പൊടി ചേർക്കാവുന്നതാണ്. നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കുക, ഒരുപാട് കാലം നിൽക്കും കേട്ടോ പൊടി. നമ്മൾ കടയിൽ നിന്നൊന്നും വലിയ പൈസ കൊടുത്തൊന്നും നമുക്ക് ഇങ്ങനെ വാങ്ങി കൊണ്ടേണ്ട ആവശ്യമില്ല. അതേമാതിരി എല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ കിട്ടില്ല, കഷ്ണങ്ങളായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതെല്ലാം കൂടെ മുഴുവനത്തോടു കൂടി വാങ്ങിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വറുത്ത് പൊടിച്ചാൽ ഒരുപാട് നാളെ എടുക്കാൻ പറ്റും. പിന്നെ മറ്റേ പൊടി വരുന്ന പൊടിയിലെല്ലാം എന്തൊക്കെ കൂട്ടുണ്ടെന്ന് നമ്മൾ അറിയും. പല കൂട്ടുകളും ഉണ്ടാവും. നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. തന്നെ ഇടാം പൊടിക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് കുറച്ച്
കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാ കുരുമുളക് തന്നെ ചേർത്താലും മതി. ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ്. അത് ലേശം ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ആവശ്യത്തിന് വെക്കണം. പിന്നെ ഇത് കശ്മീരി മുളകും സാധാ മുളകും കൂടെ പൊടിപ്പിക്കുന്നുണ്ട്. രണ്ടും പകുതി പകുതി. രണ്ടും കൂടി നോക്കാം. 2 സ്പൂൺ മതി. നമുക്കിതെല്ലാം കൂടെ പൊടിച്ചെടുക്കാം. എന്താ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീറ്റ് മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതാ നമുക്ക് ഇതേമാതിരി വീട്ടിൽ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പാക്കറ്റ് പൊടി പരമാവധി ഒഴിവാക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം.